അർജുൻ മട്ടന്നൂരിലേക്ക് നമ്മൾ പോവുകയാണ്. സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട കോടതിയിൽ ഹർജി. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. സിനഡ് കുർബാന അർപ്പിക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന കോടതി വിധി നടപ്പാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. മാർത്തോമ നസ്രാണി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിശ്വാസികളാണ് കോടതിയെ ലക്ഷ്യം ചൂണ്ടിക്കാണിച്ച് ഹർജി നൽകിയിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരും. അർജുൻ, എന്താണ് ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എന്താണ്? വിനീത വേണു, ഈ കുർബാന തർക്കം രൂക്ഷമായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില ആരാധനാലയങ്ങളിലെങ്കിലും ഈ സിനഡ് കുർബാന നടപ്പാക്കണം, ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ വിശ്വാസികൾ കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് നടപ്പായിട്ടില്ല, ഇത് നടപ്പാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു വിഭാഗം വിശ്വാസികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാർത്തോമ നസ്രാണി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം വിശ്വാസികളാണ് ഇപ്പോൾ എറണാകുളം മുനിസിപ്പൽ കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരിനെ വിചാരണ ചെയ്യണം എന്നതാണ്. മാത്രവുമല്ല, ഈ കോടതി വിധി നടപ്പാക്കുന്നില്ല എന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും നിരവധി ഇടവകകളിൽ, നിരവധി ആരാധനാലയങ്ങളിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് നേരത്തെ തന്നെ കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പലയിടത്തും നടപ്പായിട്ടില്ല. മാത്രവുമല്ല, അതേസമയം തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ ഈ സഭാ നേതൃത്വം തന്നെ ഈ സിനഡ് കുർബാന, ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന കർശന നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. ജൂലൈ 3-ാം തീയതി മുതൽ ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കണമെന്ന സർക്കുലറാണ് ഇന്നലെ പുറത്തിറക്കിയത്. ഇത് പുറത്തിറക്കിയത് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരും അതോടൊപ്പം തന്നെ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിലുമാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് സഭാ നേതൃത്വം ഈ ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ നിലപാട് ശക്തമാക്കുമ്പോഴാണ് ഒരു വിഭാഗം വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുന്നത്. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമത വിഭാഗവും അൽമായ മുന്നേറ്റവും. ഇത് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ സഭാ നേതൃത്വം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ വിമത വിഭാഗം വൈദികരുടെയും അതോടൊപ്പം തന്നെ അൽമായ മുന്നേറ്റത്തിന്റെയും തീരുമാനം. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതി എല്ലാ ആരാധനാലയങ്ങളിലും സർക്കുലർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനാണ് വിമത വിഭാഗത്തിന്റെ തീരുമാനം. വിനീത. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.